സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിരുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26 according to John 14:26. But the Father will send the Holy Spirit to be with you. He will be your helper. He will come in my name and he will teach you all things. He will help you to remember everything that I have told you. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പെന്തക്കോസ്തായുടെ ഒരുക്കത്തിൻ്റെ ഈ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ ഇന്ന് നമുക്ക് നൽകുന്നൊരു വചനമാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് സഹായകനായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വരികയും നമ്മളോട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും നമ്മളെ ഈശോ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിത്യജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം, പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടാകേണ്ട ഒരു ആവശ്യകതയെപ്പറ്റി ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈ ലോകത്തിലുള്ള ഒരു ആത്മാവാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്ന ഈ ആത്മാവിൻ്റെ സഹായം നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. എന്നാൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, ഈ ഒരു പരിശുദ്ധാത്മാവിനാൽ നീ പ്രേരിതമായി മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിന്നെ പഠിപ്പിക്കും. നീ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, മുന്നോട്ട് നിൻ്റെ ജീവിത ശൈലി എന്തായിരിക്കണം, കുടുംബജീവിതം എന്തായിരിക്കണം, മക്കളെ നയിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകേണ്ട ആവശ്യകത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടാകും എന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, അപ്പം ഈശോ പറയുന്ന മറ്റൊരു കാര്യം യോഹന്നാൻ 15 പറഞ്ഞു തരികയാണ്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈശോ തരുന്ന ഈ പരിശുദ്ധാത്മാവെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ ഒപ്പമായിരിക്കണം. ഈശോയാകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളായിട്ട് നമ്മൾ വളരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ ഉണ്ടാവുകയില്ല. ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്, നിനക്ക് മുന്നോട്ടുള്ള നിൻ്റെ ജീവിത പ്രയാണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡിങ് വേണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലീഡിങ് വേണം. നിന്നെ നയിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നെ ഉള്ളിൽ കൊണ്ടു നടക്കണമെങ്കിൽ ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് ആ മുന്തിരിച്ചെടിയുടെ ശാഖകളായി വളരുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. ഈശോ ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ തരുന്ന ശാഖയോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമുക്ക് സമൂഹത്തിനും നമുക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കുവാൻ സാധിക്കും എന്ന് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈശോ സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്തായുടെ ഒരുക്കത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, നമുക്കൊന്ന് ചിന്തിക്കണം. നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലാണോ നമുക്കുള്ളത്, അതോ ലോകത്തിൻ്റേതായ എല്ലാ മേഖലയിലും നമ്മൾ ഇടപഴകി ലോകത്തിൻ്റെ ആത്മാവിനെയാണോ നമ്മൾ കൊണ്ടു നടക്കുന്നത്? ദൈനംദിന ജീവിത സാഹചര്യത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് പോകാറുള്ളൂ. എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി, എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ, മക്കളെ ഓർക്കുമ്പോൾ ഒക്കെ മാത്രമേ നമ്മൾ ഈശോയെ വിളിക്കാറുള്ളൂ? അതോ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ ഇല്ല, ഇത് ഈശോയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം, തോന്നൽ, ആ ഒരു അടുപ്പം ഈശോയുമായിട്ടുണ്ടോ എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചിരിക്കും. ആത്മീയ മേഖല നമ്മളെ സംതൃപ്തമാക്കും. നല്ല ഗൈഡിങ്സ്, നല്ല ലീഡിങ് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം ആത്മാവ് നമ്മൾ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഈ പെന്തക്കോസ്താ ഒരുക്കത്തിലേക്ക് പോകുമ്പോൾ നല്ലൊരു കുമ്പസാരത്തിലൂടെ പഴയ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, രോഗത്തിൻ്റെതായ ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ആത്മാവിനെ നമുക്ക് കളയുവാൻ, അങ്ങനെയുള്ള പാപത്തിൻ്റെ മേഖല കളയുവാൻ നല്ലൊരു കുമ്പസാരിച്ച് ഈ ഞായറാഴ്ചയിലേക്ക് പെന്തക്കോസ്താ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഒരുങ്ങാം. ആമേൻ. കാരുണ്യവാനായ പുണ്യതമ്പുരാനെ, പെന്തക്കോസ്തായുടെ
ദിവസത്തിലേക്കൊക്കെ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെയൊക്കെ ഓർത്ത് ഞങ്ങളുടെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ലോകത്തിൻ്റെതായ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഉതകുന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. ഞങ്ങളുടെ ആ അജ്ഞതയുടെ മേഖലകളെ, ഞങ്ങളുടെ ആ കുറവിൻ്റെ മേഖലകളെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മാപ്പപേക്ഷിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. ഈ പെന്തക്കോസ്താ ഒരുക്കത്തിൽ ഞങ്ങൾ അവിടുത്തെ ആത്മാവിൻ്റെ സഹായത്താൽ ഇനിയുള്ള ഞങ്ങളുടെ ജീവിത മേഖലകളെ ദൈവമേ അങ്ങയുടെ അങ്ങാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. അവിടുത്തെ കാരുണ്യത്താൽ എന്നെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും ഇത് കേൾക്കുന്ന ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ആഗീകരണം ചെയ്ത് അവരുടെ കുടുംബ മേഖലകളെ, അവരുടെ കുട്ടികളുടെ മേഖലകളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒരുക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.